മാതാവ് സജി നന്ദിയായിട്ട് വരുന്നു. സജി നന്ദിയായിട്ട് നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചതാണ്. ഈ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഫെഫ്ക പറഞ്ഞത് സെറ്റിൽ ജാഗ്രതാ സമിതി വെച്ച് പരിശോധന നടത്തുമെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഷാഡോ പോലീസിന്റെ കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അല്പം മുൻപ് ലിബർട്ടി ബഷീർ പറയുന്നു പരിശോധന നടത്തിക്കോളൂ എന്ന് പരസ്യമായിട്ട് പറയും. പക്ഷേ സെറ്റുകളിലേക്ക് ഈ ഒരു പരിശോധനാ സംഘത്തെയും അടുപ്പിക്കുക പോലും ഇല്ല എന്നുള്ളത്. ഈ പുറത്തൊന്ന് പറയുകയും മറുവശത്ത് മറ്റൊന്ന് ചെയ്യുകയുമാണോ സിനിമ സെറ്റുകളിൽ ചെയ്യുന്നത്? അതാണോ സിനിമാ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, അതിനകത്തിപ്പോ സെറ്റിലേക്ക് പോലീസിനോ എക്സൈസിനോ വെച്ച് പരിശോധിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. സിനിമ നിർമ്മിക്കുന്നത് പൈസ മുടക്കുന്ന ആൾക്ക് നിർമ്മാതാക്കളല്ലോ. നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്യുമെന്ന് എത്രയോ പ്രാവശ്യമായിട്ട് പറയുന്നത്. അത് ചെക്ക് ചെയ്യാത്ത ആറോ കുഴപ്പ മടി കനമുള്ളൊരു വഴി സൂക്ഷിച്ചാൽ പോരെ. അപ്പൊ ഇത് സിനിമ നിർമ്മാതാക്കള് പണം മുടക്കുന്നവരോ ഒരിക്കലും ഇതിന് അനുകൂലമാണ്. കാരണം എന്താണ്, അവർക്ക് ഷൂട്ടിംഗ് നടക്കണ്ടേ. ഇവര് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഷൂട്ടിങ്ങിന് വരുന്നത് തന്നെ 11 മണി 12 മണി, പിന്നെ ഷൂട്ടിംഗ് കുഴപ്പം. എത്ര ലക്ഷം രൂപ ഒരു ദിവസം ഷൂട്ടിങ്ങിന് എക്സ്പെൻസ് വരുന്നത്. പഴയ ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണല്ലോ. ശ്രീ മമ്മൂട്ടി ആയാലും ശ്രീ മോഹൻലാലായാലും അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എത്ര കറക്റ്റായിട്ട് ഇപ്പോഴും വരുന്നത്. അപ്പൊ ഈ പുതിയ സെറ്റ് പിള്ളേർക്കകത്താണ് ഈ കുഴപ്പം വന്നിരിക്കുന്നത്. അവര് ഇതിനകത്ത് കുറച്ചുപേര്, എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. കുറച്ചുപേര് ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അത് ഇവർക്കെതിരെ കേസെടുക്കണമെന്നേ. അല്ല, പരിശോധന നടക്കാത്ത എന്താണ്? ഇപ്പൊ പരിശോധന വേണമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, പരിശോധന നടത്തുമെന്ന് പോലീസും പറയുന്നു. പക്ഷെ ഒരു പരിശോധനയും നടക്കുന്നില്ല. ഒരു പരിശോധനയുടെ വാർത്ത പോലും പുറത്തു വരുന്നില്ല. ഇപ്പോ ഷൂട്ടിങ്ങിന് ലക്ഷങ്ങളാണെങ്കിൽ ഈ പരിശോധന നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടാണല്ലോ പരിശോധന. സിനിമാ സെറ്റുകളിൽ മാത്രം എന്തുകൊണ്ടാണ് ആ പരിശോധന ഒന്നും നടക്കാത്തത്? അല്ല, സിനിമാ സെറ്റ് പരിശോധന നടക്കാത്ത ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത്, അസോസിയേഷനോടല്ലേ ചോദിക്കേണ്ടത്. ആരെങ്കിലും എതിർത്ത അറിയാത്തന്നെ പോലീസിനെ എക്സൈസിനെ പരിശോധിക്കാൻ മേലെ. ഇവര് പരിശോധിക്കണം. ഇവര് പരിശോധിക്കുക എന്നാണ് ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങൾ പരിശോധിക്കുന്നതിന് എതിരെ പറഞ്ഞിട്ടില്ലല്ലോ. പണം മുടക്കുന്നവൻ പറയുന്നത് പരിശോധിക്കാൻ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാത്ത? എന്താണ് ഞങ്ങളുടെ കുഴപ്പമാണോ? ഇവര് ചെയ്ത് ഇങ്ങനെ അതെന്തുകൊണ്ടാണ് എക്സൈസിനും പോലീസിനും ആ പരിശോധന ഗവൺമെന്റിനോട് ചോദിക്കണം എന്തുകൊണ്ടാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവര് 10 സെറ്റിക്കാർ ഇങ്ങനെ പിടിച്ചാൽ ഇത് നിക്കില്ലേ? ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നിക്കില്ലേ? ഈ 10 സെറ്റ് വേണ്ട, ഒരു 2 സെറ്റ് പോലും കയറാൻ കഴിയാത്തതിന് കാരണം എന്താണ്? സമ്മർദ്ദം കൊണ്ടാണോ അതോ മറ്റു വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ കാരണം എന്താണ്? ഞങ്ങൾ ആരും ഒരാളെ അസോസിയേഷൻ സമ്മർദ്ദം ചെലുത്തുന്ന പരിപാടിയില്ല. ഞങ്ങൾ എപ്പോഴും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ലെറ്റർപാടി പ്രസ്താവന ഇറക്കിയിട്ടില്ലേ, പ്ലീസ് ദയവ് ചെയ്ത് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന്. ഇതിക്കുള്ള എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് പോലീസിന്റെ എക്സൈസിന്റെ പണിയെടുക്കാൻ പറ്റുമോ? ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ പറ്റുമോ? ഞങ്ങളെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? സിനിമയുടെ അണിയറയിൽ നിൽക്കുന്നവരാണ് ഇത് പരിശോധന നടത്തൂ എന്ന് പറയുന്നത്. ഒരു ടിനി ടോം പറഞ്ഞിരുന്നു വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണോ കാരണം? ഈ പരിശോധനകൾക്ക് വിലക്ക് വരാൻ കാരണം അതാണോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ലോ ആൻഡ് ഓർഡറുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് ക്രമസമാധാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളും നല്ലൊരു പീസ്ഫുൾ സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ചു പേര് ഇങ്ങനെ മയക്ക് മരുന്ന് മദ്യത്തിന് അടിമയായി പോയി ഇങ്ങനെയുള്ള MDMA പോലുള്ള മാരകമായിട്ടുള്ള ഈ പറഞ്ഞ മയക്ക് മരുന്ന് ഉപയോഗിച്ച് തലമുറ നശിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഒരു അനാർക്കിയുള്ള സൊസൈറ്റി ഉണ്ടാകുന്നു, ഇല്ലേ? അരാജകത്വമായ ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ ഏത് സെറ്റിലായാലും എവിടെയായാലും ഏത് ജോലി സ്ഥലത്തായാലും നല്ല സമാധാനമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യണമെങ്കിൽ മനുഷ്യൻ ഇതുപോലെ ഈ ലഹരിക്ക് അടിമ ചെയ്താൽ മാത്രം പ്രത്യാഘാതം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അല്ല, ശ്രീ സജി നന്ദിയേട്ട, അപ്പോഴും ഈ സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട്. സിനിമാ പ്രവർത്തകർക്ക് കുഴപ്പമില്ല, പരിശോധന നടത്തുമെന്ന് അന്വേഷണ സംഘങ്ങളും പറയുന്നുണ്ട്. ഈ കാരവാനിൽ ഷാഡോ പോലീസ് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവമെങ്കിലും താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിശോധനയെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ? അല്ല, ഈ ഒരു 2 വർഷം മുമ്പത്തെ ഷാഡോ പോലീസ് 1-2 സ്ഥലത്ത് വന്നു എന്നല്ലാതെ ബാക്കി പിന്നെ ഒരു പ്രഹസനം പോലെയാണ്. പിന്നീടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് ആ സമയത്ത് ഒരു വാർത്ത വരുന്ന സമയത്ത് 2 ദിവസത്തേക്ക് ഭയങ്കര നാളമായിരിക്കും, പിന്നെ ഇല്ല. ഇപ്പൊ പൈറസി പിടിക്കുന്ന പോലെയാ. വൈറസ് പിടിക്കുമ്പോൾ ആദ്യം എന്തെങ്കിലും ഭയങ്കര നാളമായിരിക്കും, പിന്നെ ഇല്ല, പിന്നെ വെറുതെ ഇരിക്കുമല്ലോ. അപ്പൊ ഇത് പറഞ്ഞാൽ ഇതൊന്നും ആക്റ്റീവ് അല്ല. നമ്മുടെ കുഴപ്പമല്ല. അത് നമ്മുടെ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങൾ സംഘടനകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യണം.
നിങ്ങളിത് അവസാനിപ്പിക്കണം. അങ്ങനെ 10 സെറ്റിൽ കയറി ചെക്ക് ചെയ്താൽ ഇത് മര്യാദയ്ക്ക് നിൽക്കത്തില്ലേ? ലെറ്റസ് ഹാവ് ദ ബോഡി കാണിച്ചു കൊടുക്കണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിത് പരിശോധിക്കാൻ പറയുന്നു. ഞങ്ങളെ ചോദ്യം നിർത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളിത് ഇപ്പോഴും പറയുന്നു, പരിശോധിക്കണം, തെറ്റി ഉപ്പൂസം വെള്ളം കുടിക്കണം. ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഈ വിഷയവും പറഞ്ഞിരുന്നു. പക്ഷെ പീഡന കേസുകളിൽ അന്വേഷണ സംഘം വന്നു, പക്ഷെ ലഹരി കേസുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ അന്വേഷണം നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ട്. അത് സിനിമാ പ്രവർത്തകർക്കുമുണ്ട് പരാതി. അല്ലാതെ പീഡന പരാതിയുടെ പുറകെ മാത്രം പോയാൽ പോരാ. പീഡനം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? സ്വബോധം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. സ്വബോധം എങ്ങനെ നഷ്ടപ്പെടുന്നത്? ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ഉത്ഭവം കണ്ടുപിടിച്ച് അത് അവസാനിപ്പിക്കണ്ടേ? ഈ സമൂഹത്തിൽ തന്നെ പോലീസിന് തന്നെ എത്ര ജോലി കുറയും? ഇവിടുത്തെ കൊലപാതകങ്ങളും ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്? ലഹരിയല്ലേ? ഈ ലഹരിയുടെ ഉറവിടം നിർത്തിയാൽ തന്നെ നമുക്ക് സമാധാനം, ഒരു പീസ്ഫുൾ സൊസൈറ്റി ഉണ്ടാകത്തില്ലേ? അപ്പൊ ഇങ്ങനെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതിനകത്താണ് ഇപ്പൊ ഈ പറഞ്ഞ ലഹരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുമ്പോഴല്ലേ പോലീസിന് തലവേദന ഉണ്ടാകുന്നത്, അല്ലേ? ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ തകരുന്നത്, ഇല്ലേ? അപ്പൊ ഇതുകൊണ്ട് ഇത് കൃത്യമായി ചെയ്യണം. ഇത് പൂജയ്ക്കാരും മണികെട്ടോത്തുള്ള പ്രശ്നം. ഇത് എല്ലാവരും ഇറങ്ങി, നമുക്കെല്ലാം ബാധ്യതയുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന നമ്മൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്, പ്രതിബദ്ധത ഉണ്ട് നമ്മുടെ സമൂഹത്തോട്. വളരെ നന്ദി. ശ്രീ സജി നന്ദിയായിട്ടാണ് പ്രതികരിച്ചത്. സിനിമാ മേഖലയിൽ പരിശോധന നടത്തണമെന്ന് അണിയർ പ്രവർത്തകർ പറയുമ്പോഴും എന്തുകൊണ്ട് പരിശോധന നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരും അന്വേഷണ സംഘങ്ങളും തന്നെയാണ്.